സോ ഇന്ന് നമ്മൾ സോളിഡിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നോക്കാൻ പോകുന്നത്. സോ മെയിൻലി നമ്മൾ സോളിഡിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് എത്തേറിയം സ്മാർട്ട് കോൺട്രാക്ടിന് വേണ്ടി അത് ഓൾറെഡി ഡെവലപ്പ് ചെയ്തേക്കണം തന്നെ. സോ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്ട് ഓറിയന്റഡ് ആണ്, അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ആൻഡ് ഇത് C++ അല്ലെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് ആൻഡ് ജാവ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് നമ്മൾ ഇതിനെ വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ബൈറ്റ് കോഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞാൽ API. സോ നമ്മൾ ഓൾഡ് സ്റ്റാക്കിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ നമുക്ക് ഫ്രണ്ട് എൻഡും കണ്ടിട്ടുള്ളത്. ഇത് ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ API യൂസ് ചെയ്യാറ്. സോ സിമിലർലി തന്നെയാണ് ഇവിടെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് എൻഡിന് വേണ്ടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് API നമ്മൾ യൂസ് ചെയ്യുക. സോ അതും ഏകദേശം ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്, നമുക്ക് ഈസിലി റീഡബിൾ ആണ്. ഇത് വന്നിട്ട് ഡീസെൻട്രലൈസ്ഡിലാണ് നമ്മൾ ഡിപ്ലോയ് തന്നെ ചെയ്യുക. സോ ഡീസെൻട്രലൈസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ബ്ലോക്ക് ചെയിനിലാണ് ഡിപ്ലോയ് ചെയ്യുക. സോ അത് ആക്ച്വലി ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആണ്. സോ അതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇതിന് ഒരു ലാർജ് ഡെവലപ്പർ കമ്മ്യൂണിറ്റി ഉണ്ട്, കാരണം ജാവാ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ C++ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗിലേക്ക് ഇപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സ്മാർട്ട് കോൺട്രാക്ട് വിഷ്വലിറ്റിയിൽ നോക്കാൻ നോക്കും. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ .SOL എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിലാണ് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് പ്രാഗ്മ അതിൻ്റെ വേർഷനാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് കമ്പൈലറിന് വന്നിട്ട് നമ്മൾ ഈ വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് പറയാം. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്തത് സ്മാർട്ട് കോൺട്രാക്ട് ആണ്. സോ ഇത് വന്നിട്ട് നെക്സ്റ്റ് ഒരു എക്സ്റ്റൻഷൻ ആണ് സ്മാർട്ട് കോൺട്രാക്ടിന് വേണ്ടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതാകുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും ഉണ്ടാവുക. സോ ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ സോളിഡിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് കാരണം നമ്മൾ എല്ലാത്തിനും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പ് നോക്കി കഴിഞ്ഞാൽ അഡ്രസ് ആണ്. അഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്തേറിയം നമ്മളിലുള്ള അഡ്രസ്സിൽ നിന്നൊരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡ്രസ് എന്ന ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. പേയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് റിസീവും ചെയ്യാം സെൻഡും ചെയ്യാം നമുക്ക് ക്രിപ്റ്റോകറൻസി. അതേപോലെ തന്നെ സ്ട്രക്ട് കീവേഡ് ഇവിടെ നമ്മൾ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടേതായ കസ്റ്റം ഡേറ്റ ടൈപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രക്ട് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനും നമുക്ക് എല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ളപ്പോൾ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൂടി റൺ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് അതിന് നമുക്ക് ഡിക്ലെയർ ചെയ്യാം നമുക്ക് ഏതൊക്കെയാണ് റൺ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു നമ്മളൊരു ക്ലാസ് ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും കൺസ്ട്രക്ടർ കീവേഡ് ഉണ്ടായിരിക്കും. കാരണം ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് റൺ ചെയ്യുമ്പോൾ അറ്റ് ഫസ്റ്റ് നമുക്ക് റൺ ആവേണ്ടതാണ് നമ്മൾ ഇതിനുള്ളിൽ. ഇതാണ് സോളിഡിറ്റി ഇൻ 100 seconds. സോ അടുത്ത വീഡിയോ കാണാമായിരിക്കും. ബൈ.